ഹായ് അസ്സലാമു അലൈക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒരു ഡേ ആൻഡ് മൈ ലൈഫ് വീഡിയോ ആണ് കേട്ടോ. കുറച്ച് ദിവസം മുന്നേ എടുത്തിട്ടുള്ളൊരു വീഡിയോ ആണ്. മക്കൾക്ക് സ്കൂളൊന്നും ഇല്ലാത്തൊരു ദിവസമാണ് കേട്ടോ. അപ്പോൾ ഇതാ സാവധാനത്തിലിരുന്നിട്ട് ഒരു ചായയൊക്കെ കുടിക്കുകയാണ്. പിന്നെ വീഡിയോ കാണുമ്പോൾ തന്നെ ലൈക്ക് ബട്ടൺ പ്രസ് ചെയ്യാൻ ആരും മറക്കരുത്. പിന്നെ ഒരു സ്മൈലെങ്കിലും കമൻ്റായിട്ട് അറിയിക്കുക കേട്ടോ. എന്നാലുള്ളൂ വീഡിയോസ് എല്ലാവർക്കും എത്തുള്ളൂ. അപ്പോൾ ഇതാ ഇന്ന് ചായക്ക് ഇതുപോലുള്ളൊരു മിക്സഡ് നട്ട്സാണ് കേട്ടോ എടുക്കുന്നത്. ചായ കുടിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് പിന്നെ ഇതാ ഞാൻ ഇന്ന് ബ്രേക്ക്ഫാസ്റ്റിനുള്ളതും ലഞ്ചിനുള്ളതും ഒക്കെ ഫ്രിഡ്ജിൽ കട്ട് ചെയ്തിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇതാ അതൊക്കെ ഒന്ന് എടുത്തിട്ട് പുറത്തേക്ക് വെക്കുകയാണ്. ഇത് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും അത് രാവിലേക്കും ഉച്ചക്കും ഉള്ളതാണ് കേട്ടോ. പിന്നെ കുറച്ച് തേങ്ങ, പിന്നെ ഇന്ന് മസാല ദോശയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഉള്ളി കട്ട് ചെയ്തതാണ്. ഇനിയിപ്പോൾ മസാല ദോശക്കുള്ള മസാല ഒന്ന് റെഡിയാക്കി എടുക്കുകയാണ്. അതിൻ്റെയൊക്കെ റെസിപ്പി എല്ലാവർക്കും അറിയുണ്ടാവും. എന്നാലും ഒരു പാനിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് കടുകൊന്ന് പൊട്ടിച്ചെടുക്കുക. കടുക് പൊട്ടി വരുമ്പോൾ അതിലേക്ക് കുറച്ച് കറിവേപ്പിലയും ഉണക്കമുളകും കൂടി ഇട്ട് കൊടുക്കുക. എന്നിട്ട് പിന്നെ ഇതാ ഞാനിവിടെ ഒരു 3 വലിയ ഉള്ളി എടുത്തിട്ട് നല്ലോണം ചോപ്പ് ചെയ്തിട്ട് അത് നല്ലോണം ഒന്ന് വഴറ്റി കൊടുക്കുക. പിന്നെ അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും കൂടി ചേർത്തിട്ട് അതും നല്ലോണം ഒന്ന് വഴറ്റി കൊടുക്കുക. ഇനിയിപ്പോൾ അതിലേക്ക് എരിവിനനുസരിച്ചിട്ടുള്ള പച്ചമുളക് ചെറുതായിട്ട് കട്ട് ചെയ്തതും കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്തിട്ട് അതും നല്ലോണം ഒന്ന് വഴറ്റി പിന്നെ അതിലേക്ക് ഉടച്ച് വെച്ചിട്ടുള്ള ഉരുളക്കിഴങ്ങും കൂടി ചേർത്ത് കൊടുക്കുക. പിന്നെ ഉരുളക്കിഴങ്ങ് ഞാൻ ഇന്നലെ രാത്രി തന്നെ വേവിച്ച് ഉടച്ച് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇനിയിപ്പോൾ മസാല ജസ്റ്റ് ഒന്ന് ലൂസാക്കി എടുക്കാൻ വേണ്ടിയിട്ട് കുറച്ച് തിളച്ച വെള്ളം കൂടി ചേർത്തിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഇതാ മസാല റെഡിയായി. അത് കഴിഞ്ഞിട്ട് പിന്നെ ഇതാ ചട്നിയും കൂടി റെഡിയാക്കി എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഇതാ സാമ്പാർ ഫ്രിഡ്ജിൽ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊന്ന് തിളപ്പിക്കാൻ വേണ്ടിയിട്ട് വെച്ച് കൊടുത്തിരുന്നു. പിന്നെ അതൊക്കെ റെഡി ആയപ്പോൾ ഞാനിതാ ചോറിനുള്ള വെള്ളം കൂടി അടുപ്പത്ത് വെച്ച് കൊടുത്തിരുന്നു കേട്ടോ. ഇനിയിപ്പോൾ മസാല ദോശ ചുട്ടെടുക്കാം. പിന്നെ ഇതാ അന്ന് ഉച്ചക്കത്തേക്ക് വേണ്ടിയിട്ട് ഞാൻ ബീഫ് റോസ്റ്റാണ് കേട്ടോ റെഡിയാക്കി എടുക്കുന്നത്. അപ്പോൾ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ള ബീഫിലേക്ക് ഒരു വലിയൊരു ഉള്ളി ചോപ്പ് ചെയ്തതും ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും കുരുമുളക് മല്ലിപ്പൊടി മുളക് പൊടി കുറച്ചാണ് കേട്ടോ, കുരുമുളകാണ് അധികമായിട്ട് ചേർത്ത് കൊടുക്കുന്നത്, ഗരം മസാല, വലിയ ജീരകം പൊടിച്ചത്, ആവശ്യത്തിനുള്ള ഉപ്പ്, കറിവേപ്പില, കുറച്ച് വെളിച്ചെണ്ണയും കൂടി ചേർത്തിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തിട്ട് ഇതൊരു 8 വിസിലൊന്ന് വേവിക്കാൻ വേണ്ടിയിട്ട് വെച്ച് കൊടുത്തിരുന്നു. ആ ടൈമിൽ ഒരു ചീനച്ചട്ടിയിൽ കുറച്ച് തേങ്ങാക്കൊത്തും കറിവേപ്പിലയും നല്ലോണം ബ്രൗൺ കളറാവുന്നത് വരെ വഴറ്റിയെടുക്കുക. പിന്നെ അതിലേക്ക് 2 വലിയ ഉള്ളി ചോപ്പ് ചെയ്തതും കൂടി ചേർത്ത് കൊടുത്തിരിക്കുന്നത്, അതും നല്ല ബ്രൗൺ കളറാവുന്നത് വരെ വഴറ്റിയെടുക്കുക. പിന്നെ അതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള ബീഫും കൂടി ചേർത്തിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ബീഫ് ജസ്റ്റ് ഒന്ന് വറ്റി വരുന്ന ടൈമിൽ കുറച്ച് ഗരം മസാലയും കുറച്ച് കുരുമുളക് പൊടിയും കറിവേപ്പിലയും കൂടി ചേർത്തിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. പിന്നെ കുറച്ച് ലൈം ജ്യൂസും കൂടി ചേർത്ത് കൊടുക്കുക കേട്ടോ, പുളിക്കനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കുക. അങ്ങനെ ഇതാ ബീഫ് റോസ്റ്റ് റെഡിയായി. ബീഫ് നല്ലോണം ഒന്ന് നല്ലോണം ഓവറായിട്ടൊന്ന് വെന്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇതാ ഇന്ന് ബീഫ് റോസ്റ്റും മോരുകറി അതുപോലെ ഇടിച്ചക്ക ഉപ്പേരിയാണ് കേട്ടോ. അങ്ങനെ ഇതാ പിന്നെ ഫുഡും കാര്യങ്ങളൊക്കെ കഴിച്ചു. പിന്നെ ഇത് വൈകുന്നേരമാണ് കേട്ടോ. വൈകുന്നേരം നല്ല അടിപൊളി ഒരു പുഡിങ് റെഡിയാക്കി എടുക്കുകയാണ്. അപ്പോൾ അതിലേക്ക് വേണ്ടിയിട്ട് പൈനാപ്പിളും കുറച്ച് പഞ്ചസാരയും കൂടി ചേർത്തിട്ട് പൈനാപ്പിൾ ഒന്ന് വാട്ടിയെടുക്കുകയാണ് കേട്ടോ. പിന്നെ ഏത് പുഡിങ്ങൊക്കെ ചേർക്കുമ്പോഴും പൈനാപ്പിൾ ഇതുപോലെ ചെയ്യണം. പിന്നെ ഇതാ പാലിൽ കുറച്ച് കസ്റ്റാർഡ് പൗഡറും കൂടി ചേർത്തിട്ട് അതും ഒന്ന് കുറുക്കി എടുക്കുന്നുണ്ട്. നമ്മൾ നോർമലായിട്ടുള്ള കസ്റ്റാർഡ് തന്നെ കേട്ടോ.
ഇനിയിപ്പോൾ ഇതാ ഒരു പുഡിംഗ് ട്രേയിൽ ഒരു വാനില സ്പോഞ്ച് കേക്കാണ് ആദ്യം വെച്ച് കൊടുക്കുന്നത്. ഇത് കടയിൽ നിന്ന് മേടിച്ചതായാലും കുഴപ്പമില്ല, വീട്ടിൽ റെഡിയാക്കി എടുത്തതായാലും കുഴപ്പമില്ല. ഞാനിപ്പോൾ ഇത് വീട്ടിൽ റെഡിയാക്കി എടുത്തതാണ് കേട്ടോ. അതിൻ്റെ മുകളിലായിട്ട് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ആ ഒരു കസ്റ്റാർഡിൻ്റെ മിക്സ് ഒഴിച്ചിട്ട് എല്ലാ ഭാഗത്തേക്കും ഒന്ന് സ്പ്രെഡ് ആക്കിയിട്ട് എടുക്കാം. ഇനി അതിൻ്റെ മുകളിലായിട്ട് നമ്മൾ വാട്ടി വെച്ചിട്ടുള്ള പൈനാപ്പിൾ ഇട്ട് കൊടുക്കാം. പിന്നെ കുറച്ച് നേന്ത്രപ്പഴമാണ് കേട്ടോ, ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് അത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ കുരുല്ലാത്ത മുന്തി ഇതുപോലെ കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ആപ്പിളാണ്. ഏത് ഫ്രൂട്ട്സ് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം കേട്ടോ. നമ്മൾ ഫ്രൂട്ട് സലാഡ്ക്ക് ചേർക്കുന്ന ഏത് ഫ്രൂട്ട്സും ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഫ്രൂട്ട്സൊക്കെ സെറ്റായതിനു ശേഷം അതിൻ്റെ മുകളിലായിട്ട് ഞാനൊരു കപ്പ് വിപ്പിംഗ് ക്രീം നല്ലോണം ഒന്ന് ബീറ്റ് ചെയ്തിട്ട് അതും കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നമ്മൾ കേക്കിനൊക്കെ ബീറ്റ് ചെയ്യുന്ന പോലെ സ്റ്റിഫ് ആവണ്ട, ഇതുപോലെ കുറച്ചൊരു ലൂസിലായിട്ടാണ് കേട്ടോ വേണ്ടത്. ഇനിയിപ്പോൾ ഒരു ഡെക്കറേഷന് വേണ്ടിയിട്ട് മുകളിൽ കുറച്ച് പൈനാപ്പിളും മുന്തിരിയൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കാം. ഇനിയിപ്പോൾ ഇത് ഒരു 4 മണിക്കൂറെങ്കിലും ഫ്രിഡ്ജിൽ വെച്ചിട്ട് സെറ്റാക്കി എടുക്കുക, എന്നാലാണ് കേട്ടോ നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവുക. ആ ഒരു ടൈമിൽ ഫ്ലിപ്കാർട്ടിൽ നിന്ന് കുറച്ച് ഗ്രോസറി വന്നിട്ടുണ്ടായിരുന്നു, അപ്പോൾ അതൊക്കെ ഒന്ന് എടുത്ത് വെക്കുകയാണ്. പിന്നെ രാത്രിയാണ് കേട്ടോ പുഡിങ് എടുത്തത്, കട്ട് ചെയ്തിട്ട് എടുക്കുകയാണ്. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള വിരുന്നുകാരൊക്കെ വരുമ്പോൾ സ്റ്റാർ ആവാൻ പറ്റിയിട്ടുള്ള സൂപ്പറായിട്ടുള്ളൊരു പുഡിങ്ങാണ് കേട്ടോ. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കി. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇതൊക്കെയാണ്. അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ എല്ലാവർക്കും അസ്സലാമു അലൈക്കും.